കോഴിക്കോടൻ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നത്. അത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങാനായി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഫുഡ് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഫുഡിന് ഓർഡർ ചെയ്ത് ഇരിക്കുന്ന ഇരിപ്പാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് വിളിച്ചപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ച ഫുഡില്ല. ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. ഒരു സ്ഥലത്തായിട്ടില്ല. പിന്നെ ഞങ്ങൾ അടുത്തൊരു ഷോപ്പിലേക്ക് വിളിച്ച് അപ്പോൾ അതൊക്കെ ഓക്കെ ആയി. അനഘയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു ചടപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ണൂരാണ് ആളെ സ്ഥലം. അപ്പോൾ അത് അടുത്ത ആൾ ഡ്യൂട്ടിക്ക് കയറി. ആൾ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ അതാ അനഘ ഫുഡ് ഓർഡർ ചെയ്ത് ആളെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ വഴി തെറ്റി. പിന്നെ അവസാനം അതാ ഞങ്ങളെ മുന്നിൽ എത്തിപ്പെട്ട്. അപ്പോൾ അതാ അങ്ങനെ അനഘ വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുക. അപ്പോൾ അതാ ഫുഡ് കൊണ്ടുവന്ന്. അപ്പോൾ ആൾക്കറിയില്ലായിരുന്നു വീഡിയോ എടുക്കുകയെന്ന്. പിന്നെ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ നല്ല ചിരിയൊക്കെ ചിരിച്ച് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ അതാ ബിരിയാണി വന്ന് നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ അനഘ വന്ന് ഫസ്റ്റ് ചേച്ചി കഴിച്ചു തന്നെ. അങ്ങനെ ഞാനാണ് ഫസ്റ്റ് കഴിക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു പ്ലേറ്റൊക്കെ ഉണ്ട് കേട്ടോ. പ്ലേറ്റിലേക്കൊക്കെ ഒക്കെ എടുത്തു മാറ്റി പ്ലേറ്റിലാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവിടെ വെച്ച് അപ്പോൾ പ്ലേറ്റിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുത്തിട്ടാണ്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പയ്യെ ഇപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ സാധാരണ സാരിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വിശന്ന് കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെ കണ്ണ് കാണില്ല എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഫുഡ് എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അനഘ എന്തൊക്കെയോ കോമഡി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൂരുള്ള ഞങ്ങൾ അനിയത്തിക്കുട്ടിയാണത്. ആളിനി കുറച്ച് ദിവസം കൂടി ഞങ്ങളെ കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആളെ സമയമൊക്കെ കഴിഞ്ഞ് പോവാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം അങ്ങനെ ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ സാധാരണ ആണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല എടുത്തിട്ട് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് കുറച്ചൊരു മാന്യതയിൽ എടുക്കുകയാണ്. കുറച്ച് എന്താ പറയുക നമ്മളൊരു എന്താ പറയുക സ്പീഡിലൊക്കെ എടുക്കുമ്പോൾ ആൾക്കാർ ഇരിക്കില്ല ബിരിയാണി കാണാത്ത പോലെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഫുഡാണ് ബിരിയാണി. സദ്യ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പം അങ്ങനെ അതൊക്കെ കോരിയിട്ട് അനഘ എന്തൊക്കെയോ ഡയലോഗൊക്കെ അവിടെ അടിക്കുന്നുണ്ട്. പിന്നെ അച്ചാറിട്ട് പിന്നെ സലാഡ് ഉണ്ടായിരുന്നു അതിട്ട് അങ്ങനെ അത്യാവശ്യം നല്ല ബിരിയാണിയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങലുണ്ട്. ഇപ്പോൾ ചൂടിലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ. അപ്പം ഞാൻ കഴിച്ചിട്ട് വേണം അനഘയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ കൊണ്ടുവരുന്നതാണ് ചായ ഫ്ലാസ്കിൽ. അപ്പോൾ ഫ്ലാസ്കിൽ കട്ടൻ ചായ. അപ്പോൾ കട്ടൻ ചായയും ബിരിയാണിയും ഏകദേശം മാച്ച് ചെയ്തതാണല്ലോ. നല്ല ടേസ്റ്റ് ആണല്ലോ രണ്ടും കൂടി ഒരുമിച്ചുണ്ടാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അനഘ പറഞ്ഞ് ചേച്ചി ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കട്ടോ, ചേച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഞാൻ അതിന് കമൻറ്റും പറയുന്നുണ്ട് സൂപ്പറാണ്. അതൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് കേട്ടോ. നല്ല മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെന്ത ചിക്കനൊക്കെയാണ്. അപ്പോൾ നല്ല മസാലയും കാര്യങ്ങളും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് സത്യമായിട്ട് ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫുഡ് ഞാൻ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അനഘ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അനഘേൻ്റെ സമയത്ത് അനഘ പറഞ്ഞ് ഞാൻ ചേച്ചി എടുക്കുമ്പോൾ ഞാൻ നല്ല ഡീസൻ്റായിട്ട് എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പയ്യെ എടുത്ത് അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ആകെ ചെറിയൊരു ചടപ്പൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ചേച്ചി ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈറലാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്യാവശ്യം ആൾക്കാർ കണ്ടാൽ വൈറലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ അവളെ ഫുഡ് കഴിക്കലൊക്കെ ആയി. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ ആണ്. ഫുഡ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കുറച്ച് തോനെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ക്ഷീണമാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാൻ